യുകെയിലെ ചില സർവകലാശാലകൾ ഇംഗ്ലീഷ് പരിജ്ഞാനമില്ലാത്ത വിദേശ വിദ്യാർത്ഥികളെ സ്വീകരിക്കുന്നുവെന്നാണ് BBC റിപ്പോർട്ട് ചെയ്യുന്നത്. പല വിദ്യാർത്ഥികളും പങ്കുവച്ച കാര്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് BBCയുടെ റിപ്പോർട്ട്. യോഗ്യതകളിൽ ഇളവ് നൽകിയും IELTS നിബന്ധന പോലും ഇല്ലാതെ വിദ്യാർത്ഥികളെ ചില സർവകലാശാലകൾ സ്വീകരിക്കുന്നുണ്ടെന്നതിൻ്റെ തെളിവാണ് BBCയുടെ ഈ റിപ്പോർട്ട്. കുടിയേറ്റം ലക്ഷ്യമാക്കിയെത്തിയ വിദ്യാർത്ഥികൾ പലർക്കും നിശ്ചിത യോഗ്യതകൾ ഇല്ല എന്ന് തന്നെയാണ് BBC റിപ്പോർട്ട് ചെയ്യുന്നത്. ഇത്തരത്തിലെത്തിയ വിദ്യാർത്ഥികൾ യൂണിവേഴ്സിറ്റി പഠനത്തിന്റെ ഭാഗമായുള്ള അസൈൻമെന്റുകളടക്കം പണം നൽകിയാണ് ചെയ്യിക്കുന്നത്. മലയാളി ചെറുപ്പക്കാരും ഇത്തരം അനധികൃത ഏർപ്പാടിൽ സജീവമായതോടെ നൂറുകണക്കിന് മലയാളി വിദ്യാർത്ഥികൾ കുറുക്കുവഴികളിലൂടെ UK ബിരുദം നേടിയിട്ടുണ്ടെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. +2 വിദ്യാഭ്യാസം കഴിയുമ്പോൾ തന്നെ യുകെയിലും കാനഡയിലും തുടർ വിദ്യാഭ്യാസം നേടണമെന്ന് വിദ്യാർത്ഥികൾ തീരുമാനിക്കുകയാണ്. ഇംഗ്ലീഷിൽ ഉള്ള പ്രാഥമിക യോഗ്യതാ കുറവ് യുകെയിൽ എത്തിക്കഴിയുമ്പോൾ തുടർ പഠനത്തെ ബാധിക്കും. ആദ്യ മാസങ്ങളിൽ ക്ലാസുകളിലെത്തുന്ന വിദേശ വിദ്യാർത്ഥികൾക്ക് യുകെയിലെ അധ്യാപകർ എടുക്കുന്ന ക്ലാസുകളൊന്നും മനസ്സിലാകാതെ വരുമ്പോൾ കോഴ്സ് അസൈൻമെന്റ് എന്ന വാഗ്ദാനം മുന്നിലെത്തും. കനത്ത ഫീസ് നൽകിയ ശേഷം കോഴ്സിൽ ഇടറി വീഴാതിരിക്കാൻ പാർട്ട് ടൈം ജോലി ചെയ്തും ഇടനിലക്കാർ ചോദിക്കുന്ന പണം നൽകി വിദ്യാർത്ഥികൾ ആവശ്യമായ സേവനം ഉറപ്പാക്കുകയാണ് ചെയ്യുന്നത്. പഠനത്തിൽ മിടുക്കരായ വിദേശ വിദ്യാർത്ഥികളെ ഇത്തരം വ്യാജ കച്ചവടത്തിൽ ഇരകളാക്കാൻ സാധിക്കാറില്ല എന്നതും വസ്തുതയാണ്. വിദേശ വിദ്യാർത്ഥികളുടെ കനത്ത ഫീസിൽ യൂണിവേഴ്സിറ്റികൾ വിദ്യാർത്ഥികളുടെ ഇംഗ്ലീഷ് യോഗ്യതയിൽ കണ്ണടയ്ക്കുന്നുവെന്ന് ദി യൂണിവേഴ്സിറ്റി ആൻഡ് കോളേജ് യൂണിയനും UCU കുറ്റപ്പെടുത്തുന്നുണ്ട്. തന്റെ മുന്നിലെത്തുന്ന വിദ്യാർത്ഥികളിൽ 70% ഇംഗ്ലീഷ് യോഗ്യത കുറവുണ്ടെന്നാണ് പേര് വെളിപ്പെടുത്താത്ത ഒരു പ്രൊഫസർ BBCക്ക് മുന്നിൽ വെളിപ്പെടുത്തിയത്. യുകെയിലെ വിദ്യാർത്ഥികളിൽ നിന്നും യൂണിവേഴ്സിറ്റികൾക്ക് £9,250 എന്ന നിശ്ചിത തുക മാത്രമേ ഫീസായി വാങ്ങാൻ സാധിക്കുകയുള്ളൂ. എന്നാൽ വിദേശ വിദ്യാർത്ഥികളുടെ കാര്യത്തിൽ ഈ പരിധിയില്ല. ഫീസ് ഓരോ യൂണിവേഴ്സിറ്റികൾക്ക് തീരുമാനിക്കാനുള്ള അധികാരവുമുണ്ട്. പ്രസ്റ്റീജ് കോഴ്സുകൾക്ക് £24,000 മുതൽ £28,000 വരെ ഫീസ് ഈടാക്കുന്ന യൂണിവേഴ്സിറ്റികളും യുകെയിൽ ഉണ്ടെന്നാണ് റിപ്പോർട്ടുകൾ. ഉയർന്ന ഫീസ് നൽകാൻ തയ്യാറുള്ള വിദേശ വിദ്യാർത്ഥികളെ സപ്ലൈ ചെയ്യാൻ കഴിവുള്ള ഏജന്റുമാരാണ് യോഗ്യതയില്ലാത്ത വിദ്യാർത്ഥികളെ യുകെയിൽ എത്തിക്കുന്നത്. എന്നാൽ UK യൂണിവേഴ്സിറ്റികളുടെ കൂട്ടായ വേദിയായ യൂണിവേഴ്സിറ്റീസ് UK BBC റിപ്പോർട്ട് ചെയ്യുന്ന ഈ ആക്ഷേപം പൂർണ്ണമായും തള്ളിക്കളയുന്നുമുണ്ട്. 141 സ്ഥാപനങ്ങളുടെ കൂട്ടായ്മയാണ് യൂണിവേഴ്സിറ്റീസ് UK. ഓരോ വിദേശ വിദ്യാർത്ഥിയും കർശന പരിശോധനകളിലൂടെ കടന്നാണ് യുകെയിൽ എത്തുന്നത് എന്നാണ് ഇവരുടെ വാദം. യൂണിവേഴ്സിറ്റി ഓഫ് സെൻട്രൽ ലങ്കാഷർ, ഡീമോണ്ട് ഫോർട്ട് യൂണിവേഴ്സിറ്റി, നോട്ടിംഗ്ഹാം ട്രെന്റ് യൂണിവേഴ്സിറ്റി തുടങ്ങിയ യൂണിവേഴ്സിറ്റികളിൽ സ്റ്റുഡന്റ് വിസ സ്പോൺസർഷിപ്പ് മാനദണ്ഡങ്ങൾ ലംഘിക്കപ്പെടുന്നതിനെതിരെ കടുത്ത നടപടികളുമായി മുന്നോട്ട് പോകാൻ ഒരുങ്ങുകയാണ് ബ്രിട്ടീഷ് ഹോം ഹൗസ് എന്ന് ടൈംസ് ഹയർ എഡ്യൂക്കേഷൻ റിപ്പോർട്ട് ചെയ്യുന്നുമുണ്ട്. യുകെയിൽ പഠിക്കുക എന്നതിനപ്പുറത്ത് യുകെയിൽ എത്തുക എന്നതിന് പ്രാധാന്യം നൽകിയാണ് പല വിദ്യാർത്ഥികളും നാട് വിടുന്നത്. യുകെയിലെ സർവകലാശാലകൾ സാമ്പത്തിക പ്രതിസന്ധിയിലാണ്. അതുകൊണ്ട് തന്നെ കൂടുതൽ ഫീസ് നൽകി പഠിക്കാൻ വിദ്യാർത്ഥികൾ എത്തുമ്പോൾ ചില കാര്യങ്ങളിൽ സർവകലാശാലകൾ കണ്ണടയ്ക്കുന്നുണ്ട്. എന്നാൽ സാമ്പത്തിക നേട്ടത്തിന് വേണ്ടി ഇംഗ്ലീഷ് ഭാഷാ പരിജ്ഞാനമില്ലാത്ത വിദ്യാർത്ഥികൾക്ക് അഡ്മിഷൻ കൊടുക്കുന്നില്ലെന്നാണ് UK യൂണിവേഴ്സിറ്റീസ് ചീഫ് എക്സിക്യൂട്ടീവ് ആയ വിവിയൻ സ്റ്റേൺ പറയുന്നത്. അതേസമയം യുകെയിൽ അന്താരാഷ്ട്ര വിദ്യാർത്ഥികളുടെ എണ്ണം കുറഞ്ഞു വരുന്നെന്ന റിപ്പോർട്ടും പുറത്തു വരുന്നുണ്ട്. ഈ വർഷത്തെ ആദ്യ പകുതിയിൽ 16% കുറവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇത് ചില സ്ഥാപനങ്ങൾക്ക് വരുമാന നഷ്ടം ഉണ്ടാക്കുന്നുണ്ട്. ആശ്രിതരെ കൊണ്ടുവരുന്നതിൽ നിന്ന് തടയുന്ന UK സ്റ്റുഡന്റ് വിസ നിയമങ്ങളിലെ മാറ്റങ്ങളാണ് ഈ ഇടിവിന് കാരണമെന്നാണ് സൂചന. വിദേശ വിദ്യാർത്ഥികളെ ആശ്രയിക്കുന്നത് അപകട സാധ്യതയുള്ളതായി തിരിച്ചറിഞ്ഞിട്ടുണ്ടെന്നും പല സർവകലാശാലകൾക്കും അവരുടെ ബിസിനസ് മോഡലുകൾ മാറ്റേണ്ടി വരുമെന്നും വിദ്യാഭ്യാസ വകുപ്പ് BBCയോട് പറഞ്ഞു. കുടിയേറ്റം ശ്രദ്ധാപൂർവം കൈകാര്യം ചെയ്യാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്നും UK വിദ്യാഭ്യാസ വകുപ്പ് വ്യക്തമാക്കുന്നുണ്ട്.